ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ വാരത്തിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കടന്നു പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതമെന്ന്. അതായത് യേശുവിന്റെ മരണം അത് പ്രവാചകന്മാർ പ്രവചിച്ചതാണ്, ദൈവിക പദ്ധതിയിലുള്ളതാണ്. പക്ഷേ അതിന് കാരണക്കാരാരാകണം എന്നുള്ളത് ദൈവിക പദ്ധതിയല്ല, അത് നമ്മളുടെ തന്നെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തിന്മകൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. ലോകത്തിൽ തിന്മകൾ ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപുണ്ട്, നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഈ സമയത്തുമുണ്ട്, ഇതിന് ശേഷവും നമ്മുടെ മരണത്തിന് ശേഷവും ഈ ലോകത്തിൽ തിന്മകൾ ഉണ്ടാവും. പക്ഷെ ആ തിന്മയുടെ പദ്ധതിക്ക് നമ്മൾ ഭാഗമാകണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇവിടെ യൂദാസിന് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് തന്നെ വേണമോ എന്നുള്ളത് യൂദാസ് ആണ് എടുക്കുന്ന തീരുമാനം. വേണമെങ്കിൽ മറ്റ് ശിഷ്യന്മാർക്കുമാകാം. അത് ദൈവിക പദ്ധതിയല്ല എന്നുകൂടെ അറിഞ്ഞിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതായത് തിന്മയുടെ പദ്ധതികളിൽ നാം ഓരോരുത്തരും ആയുധമായി മാറരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുത് എന്ന പ്രാർത്ഥന കർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ സഹോദരരെ, നമുക്ക് ചിന്തിക്കാം, നാം ഏതെങ്കിലും തിന്മയുടെ പദ്ധതിക്ക് പാത്രമാകുന്നുണ്ടോ? ഞാൻ കാരണം എന്തെങ്കിലും ഒരു തിന്മ ഈ ലോകത്ത് വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.